സുകുമാരൻ ആൻഡ് മല്ലിക സുകുമാരൻ. ഓക്കെ, അവർക്ക് 2 ആൺകുട്ടികൾ ജനിച്ചു. ആസ് എ പാരന്റ്, ഇപ്പൊ നമ്മൾ ആരും നിശ്ചയിക്കുന്നില്ല ഇവര് നാളെ സിനിമയിൽ വരുന്നോ, ഒന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല. പക്ഷെ ഒരു അച്ഛൻ അമ്മ എന്ന നിലയ്ക്ക് ഇവരെ ആരാക്കണം എന്നായിരുന്നു ചേച്ചിക്കും ചേട്ടനും ആഗ്രഹം? ഇവര് സൈനിക് സ്കൂളിലാണ് രണ്ടുപേരും പഠിച്ചത്. സൈനിക് സ്കൂളിൽ കയറിച്ചപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഭയങ്കര രസമായിട്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ അഭിപ്രായം ആൺകുട്ടികൾ അവിടെ പഠിച്ചിരിക്കണം എന്നുള്ളത്. അവിടെ അതൻ്റെ അല്ല, അവിടെ അവരുടെ കരിക്കുലം മാത്രമല്ല, നമ്മളെ അല്ലെങ്കിൽ അവരുടെ ഒരു എഡ്യൂക്കേഷനിൽ ഒരു സിസ്റ്റമാറ്റിക് രീതി ഉണ്ടല്ലോ. അവിടെ എല്ലാത്തിനും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാനായിട്ട് നിർബന്ധമായിട്ട് പങ്കെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും സ്പോർട്സ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും അല്ലാതെ. അപ്പോൾ അവിടെ ചെന്ന് ഓരോ വർഷവും ഇവർ പാട്ട് പാടുന്നു, രണ്ടുപേരും അഭിനയിക്കുന്നു. ഷേക്സ്പിയറിൻ്റെ നാടകമൊക്കെ അഭിനയിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഞങ്ങൾ പോയിരിക്കും. അത് മാത്രം സുഖമായിട്ട് എത്ര ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും വരും. കാരണം ഞാനും പറയും മക്കൾക്കാണ്ടിലൊരിക്കലും അച്ഛൻ വന്നിരിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പോകാറുണ്ട്. പോകുമ്പോൾ ഇതുപോലെ പറയാറുണ്ട്, ഇവന്മാർ എനിക്ക് ഷാജിയെടുത്ത് മാത്രമേ അത് പറഞ്ഞു, ഇവന്മാർ കറങ്ങി തരും സിനിമയിൽ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, പുള്ളി ഇങ്ങനെ കണ്ടിട്ട് പറയുക, കാരണം ഒരു സൈഡിൽ കൂടെ അഭിനയം, ഒരു സൈഡിൽ കൂടെ പാട്ട്, ഇതെല്ലാം ഇത് ഈ കലകളെല്ലാം അവരുടെ മനസ്സിലുണ്ടെന്നറിയാം. അപ്പോൾ അങ്ങനെയൊന്നും സുഖട്ടൻ വെറുതെ ഇതുപോലെയൊക്കെ ഡൈനിങ് ടേബിളിൽ ചോദിക്കൂടെ നിങ്ങൾക്ക് എന്തോ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അന്നൊക്കെ സുഖട്ടൻ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞത്, രാജു ഫിലിം മേക്കിങ്ങിലായിരിക്കും, അവന് ഈ അഭിനയത്തിന് പോകുമെന്തോ, മറ്റവൻ ഉറപ്പാണ് അഭിനയിക്കും ഇന്ദ്രൻ എന്നാണ് ഒരു ഘട്ടം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്താ വെച്ചാൽ രാജു ഒരുപാട് പലർക്കും അറിയാത്തൊരു കാര്യം, സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ അവന് ഫിലിം മേക്കിങ്ങിനെ കുറിച്ചുള്ള പുസ്തകങ്ങളോട് ഭയങ്കര ക്രൈസായിരുന്നു. ഇപ്പോൾ എൻ്റെ ബ്രദർ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ പോലും ഇങ്ങനെ മനോജ് നായിക് ശ്യാമളൻ്റെ ഒരു പുസ്തകമുണ്ട്, ഫിലിം മൊത്തത്തിലുള്ള ചലച്ചിത്ര ഇതിനെക്കുറിച്ചിട്ടുള്ള. അപ്പോൾ അതൊക്കെ കൊണ്ടുവരിക്കുക, അത് വായിക്കുക. അപ്പോൾ ഞാനും പിന്നെ ചേട്ടൻ അത് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാം, മാമൻ അത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു താല്പര്യം കാണിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സംവിധാനമൊക്കെ വരുന്നതിന് മുമ്പേ അവന് കണ്ടമാനം പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അതില്ലാന്നൊന്നും ഞാൻ പറയത്തില്ല, എൻ്റെ മോനായതുകൊണ്ടല്ല. അപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇവൻ ചിലപ്പോൾ ഈ സംവിധാനവും പ്രൊഡക്ഷനും ഒക്കെ ആയിരിക്കും ഈ പിന്നെ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ പി സുകുമാരൻ മെമ്മോറിയൽ ട്രസ്റ്റ് തുടങ്ങാനൊരു പരിപാടി വെച്ചപ്പോഴാണ് രാജു വരികയും നന്ദനത്തിൽ അഭിനയിപ്പിച്ചൂടെ. അപ്പോൾ ഞാൻ ഫെബ്രുവരി 14 പോവുകയാണ്. അയ്യോ അതിനു മുമ്പൊക്കെ ഷൂട്ടിങ് തീരും, നമുക്ക് ഞാൻ പറഞ്ഞു ഫെബ്രുവരി എന്നാൽ ശരി ഓക്കെ അഭിനയിക്കുന്നവനെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഈ നന്ദന അഭിനയിച്ച് തൊട്ടുപുറകെ മറ്റേ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, സാത്താൻ, ഇങ്ങനെ ഓരോ പടങ്ങൾക്കൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഇവനിങ്ങനെ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, പോയിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വരിക. ഞാനൊരു 2 വർഷത്തെ ലീവ് എടുത്ത് ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ്, അതല്ലേ ഇപ്പം നിനക്ക് ഇനി ഓറിയൻറ്റേഷൻ 9 മാസം കൂടെ പോകണമായിരുന്നു അപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കോഴ്സിനൊക്കെ പോകണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അമ്മ വളരെ സ്നേഹത്തോടെ എൻ്റെ മോനോട്ട് കാര്യം ചോദിക്കാം, ഇതെല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിച്ച് നീ ഇവിടെ വരുന്നു, അങ്ങനെ നീ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടിംഗ് മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റേ ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്നു, വരുന്നു. വന്നപ്പോൾ തൊട്ട് നിനക്ക് പടങ്ങളാണ്. നീ ഈ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചൊരു ജോലിക്ക് പോവുമോ അതോ സിനിമ അഭിനയിക്കുമോ? അപ്പോൾ കാരണം ഞാനന്ന് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് അവനെ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു 1 hour ടൈം തരുമോ? ഞാൻ പറഞ്ഞു 1 അല്ല 2 ആയിക്കോ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നത് പിന്നെ തോന്നി, അമ്മ സിനിമ വന്നാൽ ചിലപ്പോൾ ഞാൻ അഭിനയിക്കും. ഞാൻ പറഞ്ഞു അപ്പോൾ നിനക്ക് അഭിനയമാണോ ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്, എനിക്ക് സിനിമയുടെ എല്ലാ മേഖലകളും നോക്കണം എന്ന് ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഇരുന്നത് അമ്മ പറഞ്ഞിട്ടുണ്ട്. വന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുക സ്ക്രിപ്റ്റ്, പിന്നെ പാടം പൂത്ത കാലം അതായിരുന്നു എൻ്റെ പേര്. അല്ലാതെ ഞാൻ ചോദിക്കാറുണ്ട്, പക്ഷെ അതൊരു ഗ്രാമീണ കഥയൊക്കെയാണ്, അങ്ങനെ കുറേ വന്നു ഈ പറഞ്ഞ പോലെ. ഏതായാലും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, മോനെ എല്ലാം നല്ല കാര്യം, അമ്മയ്ക്ക് എവിടെ ആണെങ്കിലും അമ്മയുടെ മക്കൾ നന്നായി വരിക എന്നുള്ളത്. പക്ഷേ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, അതിനോടൊരു പാഷൻ വേണം. അപ്പോഴും ഇവൻ പറഞ്ഞു, സിനിമയോട് എനിക്ക് വലിയ പാഷൻ അമ്മ, അതൊക്കെ സത്യം തന്നെയാണ്, എനിക്കത് പല ഫീൽഡും എനിക്ക് പരീക്ഷിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ അന്ന് $1 2 11 12 15 രൂപ വരെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അപ്പം വീണ്ടും നമ്മളൊരു $40,000 ഉണ്ടാക്കി നീ ഒരു 10 മാസം കൂടെ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വീണ്ടും സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ പിന്നെ എൻ്റെ മോനെ ഈ ഡിഗ്രി അമ്മയ്ക്ക് അത്രയും കൂടെ ലോൺ കൂടുമെന്നല്ലാതെ യാതൊരു കാര്യമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിത് പറയണമെന്ന് വിചാരിച്ചു, അമ്മയ്ക്കൊരു സങ്കടം വരുമോ എന്നെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ഒരു സങ്കടവും ഇല്ല, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു കാര്യം മാത്രം അവരോട് എഴുതി ചോദിക്കുക, ഇൻ കേസ് ഞാനൊരു 2 years ബ്രേക്ക് വന്നാൽ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവിടെ നിന്ന് റിപ്ലൈ വന്നു, 35 വയസ്സ് വരെ എപ്പോൾ വേണമെങ്കിലും. ഒന്നാമത്തെ കാര്യം, ഇവനെ ആദ്യത്തെ ഇത് പഠിക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക അവാർഡ് ഉണ്ടായിരുന്നു അവരുടെ, അവന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അവിടെ. അപ്പോൾ അത് കാരണം അത് ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ സ്റ്റുഡൻറ്റ് പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നല്ലോ.
അപ്പോൾ അവർ പറഞ്ഞു 35 വയസ്സിനുള്ളിൽ. അപ്പോൾ അവൻ്റെ കൂടെ അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതും 10-35 വയസ്സുള്ളവരൊക്കെയാണ്. 35 ഇയേഴ്സിനുള്ളിൽ വേണമെങ്കിൽ തിരിച്ചു വന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നി അത്രയും സമയമുണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നാൽ ഇവൻ അഭിനയിക്കട്ടെ, അവൻ തന്നെ ഉണ്ടാക്കട്ടെ, ഇനി പഠിക്കേണ്ട കാശ് എന്ന് വിചാരിച്ച് ഞാൻ എന്നാൽ ശരി. അങ്ങനെ എന്നെ ഇറങ്ങി എൻ്റെ മോളെ പിന്നെ ഈ പറഞ്ഞതുപോലെ അവനങ്ങ് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി ഓരോരോ പടങ്ങളായിട്ട് വന്ന്. ഇന്ദ്രൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഒരു ടെലിഫിലിമിലാണ്, വിജി തമ്പിയുടെ, നമ്മുടെ അഭിരാമിയും ഇന്ദ്രനും കൂടെ. അപ്പോൾ അതെന്തായിരുന്നു, ആനി ഈ പറഞ്ഞ അങ്ങനെ ഒരു പേരായിരുന്നു തോന്നുന്നത്. അപ്പോൾ അത് അഭിനയിച്ച് കഴിഞ്ഞപ്പം ഈ വീഡിയോ ഫിലിം വിനയൻ കാണുക. അപ്പോൾ വിനയൻ അന്ന് 2 പുതിയ ആൾക്കാരെ വെച്ചിട്ട് ആണ്, അതെ, ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ. അപ്പോൾ നായിക കാവ്യം മറ്റുമായിരുന്നു, ജയസൂര്യയും ഇന്ദ്രനും 2 കഥാപാത്രങ്ങൾ. അപ്പോൾ അത് അഭിനയിച്ചു. പക്ഷേ ഇന്ദ്രൻ്റെ ഒരു കാര്യം വെച്ചാൽ ഇന്ദ്രൻ ഓൾറെഡി എംപ്ലോയിഡ് ആയിരുന്നു. ഇന്ദ്രൻ ഡിസ്റ്റിങ്ഷനോടുകൂടി മറ്റേ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായിട്ട് ഞങ്ങളുടെ ചേട്ടൻ തന്നെ അമേരിക്കയിൽ ഒരു ഉണ്ടായിരുന്ന ഒരു കമ്പനി നെക്സേജ് ടെക്നോളജീസ് പറഞ്ഞാൽ അതിൻ്റെ മദ്രാസിൽ അവരുടെ ഓഫ് ഷോർ സെൻറ്റർ ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്യുകയും അവിടെ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ അവന് മാമന് ഒരു പിടുത്തമുള്ള കമ്പനിയിൽ നിന്നൊരു ധൈര്യമുണ്ട് മനസ്സിൽ, ഞാനിതൊന്ന് അഭിനയിച്ചോട്ടെ. അതെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ശരി പോയിക്കോ. അപ്പോൾ ചേട്ടൻ ഞാൻ ഓട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് പറയാവുന്നവരല്ലേ, തിരിച്ച് കയറാ, 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അവൻ ലീവ് എടുത്ത് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജോലിക്ക് കയറി 7-ാം മാസമാണ് ഈ ഊമപ്പെണ്ണ് വരുന്നത്. അങ്ങനെ അവനെ പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ അവനും ഇരിക്കാൻ തന്നെ അല്ല, അതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് കുറേ കൂടെ ഇവിടെ ഞാൻ സക്സസ്ഫുൾ ആകും എന്നൊരു തോന്നൽ 2 പേരും പറയാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഈശ്വരൻ വിധിച്ചത് അതാണ് ഭഗവാനോട് പറയാൻ സത്യം. പക്ഷെ ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഈ സൈനിക സ്കൂളിലെ പഠിത്തവും ഈ കോളേജിലെ പഠിത്തവും പ്രത്യേകിച്ച് രാജുവിന് ഓസ്ട്രേലിയയിലെ പഠിത്തവും എല്ലാം കൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ ജീവിച്ച് പഠിച്ചു, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന. തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ഇത് കുറച്ച് എല്ലാ കാര്യങ്ങളും ഇടപെടുക, ഒരുപാട് വായനാശീലം. അതുകൊണ്ട് സുഖം തന്നെ പഠിപ്പിച്ച് വെച്ചാൽ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ അതല്ല വലിയൊരു ലൈബ്രറി ഉണ്ട്. 2 പേരും വായിക്കും. ഇപ്പം ഇന്ദ്രനും രാജു ഒരുപോലെ വായിക്കുന്നുണ്ട്. അന്നൊക്കെ ഇന്ദ്രൻ കൂടുതലും പാട്ടും ഒക്കെ ആയിരുന്നു, രാജു കൂടുതലും പുസ്തക വായനയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം 2 പേരും എല്ലാം ഉണ്ട്, രാജു പാടുന്നുമുണ്ട്. ചേച്ചി ഇനി ഒരു കുശുമ്പ് ചോദ്യം ചോദിക്കട്ടെ, 2 പേരുടെ അഭിനയത്തിൽ ബെസ്റ്റ് ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു? എൻ്റെ അമ്മ ഇത് പണ്ട് ആരാണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത്, എൻ്റെ അടുക്ക വന്നിട്ട് ചേച്ചി വലത്തെ കണ്ണാണോ ഇടത്തെ കണ്ണാണോ എന്ന് ചോദിക്കുന്ന പോലെ ഞാൻ തിരിച്ചു ചോദിച്ചു. അമ്മയായിട്ട് നോക്കണ്ട, അല്ലാതെ ഇല്ല 2 പേർക്കും ഒരു 2 സ്റ്റൈലാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടെ തീരെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ പൃഥ്വിയുടെ ഒരു നിറവും ഗ്ലാമറും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അയ്യോ വിളിക്കുന്നത് എനിക്കറിയാം, എന്നോട് തന്നെ പറയുന്നവരുണ്ട്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹീസ് എ വെരി ഗുഡ് ആക്ടർ, നല്ല നടനാണ് ഇന്ദ്രൻ. എനിക്ക് ഈ പടത്തിനകത്തൊക്കെ ഈവൻ ഷാജിയുടെ പടത്തിൽ പോലും ഞാൻ പറഞ്ഞത് അസലായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ പക്ഷേ ആദ്യമേ തന്നെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിട്ടാണ് ഒരു ഹീറോയിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറോ മാത്രമായിട്ട് നിൽക്കാൻ ചിലപ്പോൾ കുറച്ചുകൂടെ ടൈം എടുത്ത് അതുകൊണ്ടായിരിക്കാം. രാജു റൈറ്റ് ഫ്രം മൂവി നമ്പർ 1 അവൻ അതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തു പോയി. അപ്പോൾ ഒരു നായകൻ എന്നുള്ള നിലയിൽ ഒരു പക്ഷേ ചെറുപ്പക്കാർ കൂടുതൽ ഉള്ളിലേറ്റിരിക്കുന്നത് പൃഥ്വിരാജിനെ ആണെങ്കിലും ഞാൻ എവിടെങ്കിലും ഒന്ന് പുറത്തു പോയാട്ടെ എല്ലാവരും പറയൂ എൻ്റെ ചേച്ചി ഇന്ദ്രൻ എന്തോ ഒരു നല്ല നടനാണ്. പിന്നെ അവൻ്റെ ഒരു സോഫ്റ്റ് രീതി ഉണ്ടല്ലോ. ഞാനും ഇന്ദ്രനെ ഇങ്ങനെ ആരെങ്കിലും കണ്ട 1/2 മണിക്കൂർ ചിലയ്ക്കും. സുഖേട്ടനും നമ്മുടെ ഇളയമോനും അതെ വലിയ. അപ്പം ഞാൻ ചോദിക്കും, അയ്യോ സത്യം നമ്മുടെ ദാസേട്ടൻ്റെ പ്രഭാവം ഇരിക്കുക ഞങ്ങളുടെ വീട്ടിൽ വന്നേ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിലയ്ക്കുക, അതൊരു നല്ല തമാശ. അപ്പോൾ സുഖേട്ടൻ അതെ ദാസേട്ടൻ അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ സുഖേട്ടാ ഞാനിങ്ങനെ സംസാരിച്ചു. സുഖേട്ടൻ എന്താ എന്നൊക്കെ പറഞ്ഞ് 3-4 മൂളലും മൂളിയേച്ചി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ എന്നെ എടുത്ത പോലെ സുഖേട്ടൻ. ഇപ്പം നീ സംസാരിച്ച ശൈലി ഞാനും കൂടെ സംസാരിക്കണമെങ്കിൽ ഒരുപക്ഷെ വീട്ടിലാരും വരാത്തൊരവസ്ഥയായി. ഇപ്പോൾ അത് ഒഴിവാക്കാനും അയ്യോ സത്യമായിട്ട് പറഞ്ഞതാണ് എൻ്റെ മോളെ. സുഖമായിട്ട് എന്നോട് പറഞ്ഞതാണ്, ഇങ്ങനെ നോൺ സ്റ്റോപ്പ് സംസാരിച്ചാൽ വലിയ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഇവിടെ വന്നിരിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ഒരു ഇടവേള പ്രഭയ്ക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടായിരുന്നതാണ്.